പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അരി അരക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സാധാ അരിപ്പൊടിയാണ്. നമ്മൾ പാക്കറ്റിലൊക്കെ മേടിക്കുന്ന സാധാ അരിപ്പൊടി 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളമാണ്. ചൂടുള്ളതോ തിളപ്പിച്ച വെള്ളമൊന്നും അല്ല, നമ്മുടെ സാധാ നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. വേറൊന്നും തന്നെ നമുക്കിതിനേക്ക് ആവശ്യമില്ല. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസാക്കിയിട്ടാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. ഒരുപാട് ടൈറ്റ് ആവാതെ നല്ല ലൂസായിട്ടാണ് ഇത് കലക്കേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ചട്ടിയാണ് വേണ്ടത്. ഇത് ഇച്ചിരി കനമുള്ള ഒരു ടൈപ്പ് ചട്ടിയാണ്. ഇതിലാണ് നമ്മൾ ദോശയെല്ലാം ചുട്ടെടുക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ബ്രഷ് കൊണ്ട് നന്നായിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചട്ടി നന്നായിട്ട് ചൂടാവണം. എല്ലാ സൈഡിലും നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നല്ല ചൂടിലാണെങ്കിൽ നമുക്ക് ഒരൊറ്റ തവി മാവ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ദോശ ഫുള്ളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിത് ഒഴിക്കുമ്പോഴത്തേനും ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരുപാട് നേരമൊന്നും വെക്കണ്ട. ഒരു 30-35 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും തന്നെ ദോശയെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് മറിച്ചിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരുപാട് ക്രിസ്പി ഒന്നും ഇല്ലാതെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിനി നല്ല ക്രിസ്പി ദോശയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വെച്ചാൽ മതിയാവും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സോഫ്റ്റ് ദോശയാണെങ്കിലും ക്രിസ്പി ദോശയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓരോ പ്രാവശ്യം നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴും ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ അടിയിലേക്ക് ഈ പൊടിയെല്ലാം ഊറിക്കിടക്കും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്നതിന് മുമ്പും നന്നായിട്ട് തവി കൊണ്ട് മിക്സ് ചെയ്തിട്ട് വേണം അതിൽ നിന്ന് ഓരോ തവി എടുത്ത് ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ എല്ലാ ദോശയും ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. വളരെ സിമ്പിളാണ്. നമുക്ക് കുറച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഏത് കറി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പം മീൻ കറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മീൻ കറിയോ മുട്ട റോസ്റ്റോ മുട്ടക്കറിയോ ചിക്കൻ കറി ഏത് കറി വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്.